പുസ്തകം വായിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ടാസ്ക്കാണ്. ചെറുപ്പത്തിൽ എല്ലാ വെള്ളിയാഴ്ചക്കും വേണ്ടി കാത്തിരിക്കും ബാലരമ ഡൈജസ്റ്റ് വരാൻ. കിട്ടുന്ന ദിവസം തന്നെ മാക്സിമം വായിച്ച് തീർത്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഏകദേശം ഇത്രത്തോളം ഹൈറ്റിൽ അതിൻ്റെ ഒരു കളക്ഷനും ഉണ്ടായിരുന്നു. കാലങ്ങൾക്കിപ്പുറം പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ ടാസ്ക്കാണ്. ഇത്രയും പുസ്തകങ്ങൾ ഇപ്പോൾ എൻ്റെ കളക്ഷനിലുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. വായിച്ച് തീർക്കണം എന്ന് ആഗ്രഹമുള്ള പുസ്തകമാണ് സ്കാറ്റേർഡ് മൈൻഡ്സ് എന്ന് പറഞ്ഞ ADHD കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം. അപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ റിലേറ്റ്സ് ടു ADHD. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 പേജോ 2 പേജോ വായിക്കും. 10 പേജ് വരെയൊക്കെ മാക്സിമം പോകും. പിന്നെ അത് കഴിഞ്ഞാൽ എവിടെയോ എന്തോ മിസ്സായി, 1 പേജ് പുറകിലോട്ട് പോകും. എവിടെ കോണ്ടാക്സ്റ്റ് ഒന്നും കണക്ട് ആവുന്നില്ല, അത് മനസ്സിലായിട്ടില്ല. ഞാൻ ജസ്റ്റ് വായിച്ചു പോയത് മാത്രമേ ഉള്ളൂ, മൈൻഡ് അവിടെ ആയിരുന്നില്ലേ എന്നുള്ള സംശയത്തിൽ വീണ്ടും പുറകിലോട്ട് പോകും, റീഡ് ചെയ്യും. പിന്നെ അതെടുത്ത് നോക്കാൻ കുറച്ച് പണിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ ആഗ്രഹം മുളയ്ക്കും, വീണ്ടും പുസ്തകം എടുക്കും. അപ്പോൾ അത് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച ആ സ്ഥലത്ത് നിന്ന് വായിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. 1-2 പേജ് ബാക്കിൽ പോയിട്ട് റീഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള കാര്യങ്ങളെ വായിച്ചു തീർക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ പുസ്തകങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഈ ബാലരമ ഡൈജസ്റ്റ് എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ടും പുതിയ അറിവുകളാണ്. ഒട്ടും അറിയാതിരുന്ന കാര്യത്തിലേക്ക് ഒരു ന്യൂ ഇൻഫർമേഷനാണ്. അതിൻ്റെ ഡോപ്പമിൻ റിവാർഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ വരികളിലുണ്ട്, ഓരോ പുതിയ കാര്യത്തിലുമുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇമ്മീഡിയറ്റ്ലി റിവാർഡിങ് ആയതുകൊണ്ട് ആ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വാങ്ങിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിന് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. മേ ബി നിങ്ങളൊരു പുസ്തകം കംപ്ലീറ്റ് ആയിക്കോട്ട് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയെങ്കിലൊക്കെ വായിക്കും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാണെന്നില്ല, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡിംഗ് ആണ് ആദ്യം. ഈ കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്ത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും വേണം. അറ്റ് ദ സെയിം ടൈം പുതിയ കാര്യങ്ങൾ വായിച്ചു പോവുകയും വേണം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പഴയ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നു കഴിഞ്ഞാൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഗ്രിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് പഴയതൊന്നും കൂടെ റീവിസിറ്റ് ചെയ്യും. വായിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു പ്രോബ്ലം, ലൈക്ക് ഒരു ഡിസ്റെഗുലേഷൻ, നമുക്ക് ആ ഒരു അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഡിസ്റെഗുലേഷൻ വായിക്കുന്നതിലും എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിനർത്ഥം എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, മൈ ബ്രെയിൻ വോണ്ട് ലെറ്റ് മീ ഡു ദാറ്റ്. നിങ്ങൾ ഇതുപോലെ വായിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ വായിക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ആൻഡ് കമൻറ്റ്സ്. താങ്ക് യു.